ക്ലബ് മീറ്റ്സിലപ്പോ ഒരു സുഹൃത്ത്, ഒരു ഫ്രണ്ട് എത്തിയിട്ടുണ്ട്. ഈ സംഗീതം എന്ന് പറയുന്നത് മുഴുവൻ സൗഹൃദമാണല്ലോ. അപ്പൊ നമുക്ക് ഈ ഫ്രണ്ട് ആരാണെന്ന് നമുക്ക് ചോദിച്ചറിയാം. ക്ലബ് മീറ്റ്സിന്റെയും ക്ലബ് FM-ന്റെയും ഒക്കെ ഒരു വലിയൊരു ആരാധകനും ഒരു വെൽവിഷറുമാണ് ഈ സുഹൃത്ത്. എനിക്കും താല്പര്യമുണ്ട് ഈ ഫ്രണ്ടിനെ അറിയാനായിട്ട്. ഹലോ, ഞാൻ ജി വേണുഗോപാൽ. പേരെന്താണ്? എന്റെ പേര് ജയൻ. ജയൻ എന്താ ചെയ്യണേ? ഞാൻ SBT വർക്ക് ചെയ്യാം, ഹെഡ് ഓഫീസിൽ. അത് ശരി. ജയനപ്പ സംഗീതം എന്തായാലും സ്വാഭാവികമായിട്ട് വലിയൊരു ഇഷ്ടമായിരിക്കുമല്ലോ അല്ലെ? പിന്നെ സംഗീതം ഒരു പാഷൻ തന്നെ. പാട്ട് പഠിച്ചിട്ടുണ്ടോ? പാട്ട് പഠിച്ചിട്ടില്ല, പാട്ട് ആസ്വദിക്കുന്നു. നന്നായിട്ട് ആസ്വദിക്കാനുള്ള ഒരു കഴിവ് ദൈവം തന്നിട്ടുണ്ട്. പിന്നെ ചേട്ടന്റെ പാട്ടുകൾ വളരെ കാലം തൊട്ട് ഞാൻ ശ്രദ്ധിക്കാറുണ്ട്. അതിനകത്ത് എനിക്കൊരു സംശയം തോന്നിയത്, ഈ യേശുദാസ്, ജയചന്ദ്രൻ, ജി വേണുഗോപാൽ, MG ശ്രീകുമാർ, ഈ ഗായകർക്ക് ശേഷം ഒരു ഗായകന്റെ ശബ്ദവും നമുക്ക് തിരിച്ചറിയാൻ കഴിയും. അത് എന്താണ് അതിന്റെ കാര്യം? ചേട്ടൻ എന്തെങ്കിലും ഒരു സൊല്യൂഷൻ പറയാൻ പറ്റുമോ? സംഗീതത്തിൽ അങ്ങനെ ഒരു സൊല്യൂഷൻ ഉണ്ടാക്കാൻ പറ്റില്ലല്ലോ. നമുക്ക് പാടാനല്ലേ പറ്റുള്ളൂ ജയൻ. പിന്നെ ചേട്ടനെ കുറിച്ച് പൊതുവെ ഗായകർക്ക് ഒരു പരാതി കൂടി. ഇടയ്ക്കിടയ്ക്ക് ചേട്ടൻ ഇടയ്ക്കിടയ്ക്ക് വന്ന് ഓരോ പാട്ട് പാടും, അതങ്ങ് സൂപ്പർ ഹിറ്റ് ആവും. ഉള്ള അവാർഡല്ല അതും വാരിക്കൊട്ടിക്കൊണ്ട് പോകും. ഇത് പൊതുവെ പറയുന്ന ഒരു, അത് ഇടയ്ക്കിടയ്ക്ക് മാത്രം. ഇടയ്ക്കിടയ്ക്ക് പാടുന്നവർക്ക് അങ്ങനെ എന്തെങ്കിലുമൊക്കെ വേണ്ടേ ഒരു പാരിതോഷികമായിട്ട്? ഈ അടുത്ത സമയത്ത് യൂട്യൂബിൽ ചേട്ടന്റെ ഒരു പാട്ട് ഞാൻ കേട്ടായിരുന്നു, വളരെ മനോഹരമായിരിക്കുന്നു. വളരെ നാളുകൾക്ക് ശേഷം അത് ജോൺസൺ മാഷൊക്കെ കമ്പോസ് ചെയ്ത പാട്ടുകളൊക്കെ ഓർമ്മ വരുന്നത്. കർണികാര തീരം. മറ്റേ ഭരത് ലാൽ ചെയ്തല്ലേ? അതെ അതെ. രവീന്ദ്രൻ മാസ്റ്ററുടെ നെവ്യൂ ആണ്, അനന്തരവനാണ്. ജീനുണ്ട് അതിനകത്ത്. ആ പാട്ടിൽ എന്തോ ഓർക്കസ്ട്രേഷനിലൊക്കെ തന്നെ ട്രഡീഷണൽ ആയിട്ട് ഉപയോഗിക്കുന്നുണ്ടല്ലോ. അതെ, അതൊക്കെ അവരൊക്കെ ജെനുവിൻ ആയിട്ടുള്ള മ്യൂസിഷ്യൻസ് ആണ്. സംഗീതത്തിനായിട്ട് കൈകാര്യം ചെയ്യുന്ന ആൾക്കാരാണ്. അതിനകത്ത് വേറെ അഡൽട്രേഷൻ ഒന്നുമില്ല. കർണികാരതീരം വിണ്ണഴകിൽ ചന്ദ്രരാഗം ചേർന്നലിഞ്ഞു. അന്തിമാനമേ നിൻ പത്മരാഗ കല്ലുകൊണ്ടൊരു സ്വർഗസോപാനം ഈ ഗ്രാമകേദാരം. കർണികാരതീരം വിണ്ണഴകിൽ ചന്ദ്രരാഗം ചേർന്നലിഞ്ഞു. അന്തിമാനമേ നിൻ പത്മരാഗ കല്ലുകൊണ്ടൊരു സ്വർഗസോപാനം ഈ ഗ്രാമകേദാരം. കർണികാരതീരം വിണ്ണഴകിൽ ചന്ദ്രരാഗം ചേർന്നലിഞ്ഞു. പണ്ട് 1984 ചേട്ടന് ലളിതഗാനത്തിന് 1ാം സ്ഥാനം കിട്ടിയ ഒരു ഗാനം എന്റെ മനസ്സിൽ ഇപ്പോഴും ഉണ്ട്. അത് ഞാൻ പലപ്പോഴും ആ യുവവാണിയിലാണ് അത് കേട്ടത്. ഹരിതവനത്തിന്റെ കുളിർച്ചായ. പല വേദികളിലും എന്നെ കൊണ്ടാവുന്നതും ഞാൻ പാടിയിട്ടുണ്ട്. പക്ഷെ അത് ചേട്ടൻ പാടുമ്പോഴുള്ള നമുക്ക് തോന്നുന്ന അട്രാക്ഷൻ ഇല്ലേ, അതാണ് അതിനകത്ത് ആ പാട്ട് പഠിക്കാൻ എന്നെ പ്രേരിപ്പിച്ചത്. ജയന്റെ ഒരു പാട്ട് 4 വരി കേൾക്കാൻ എനിക്ക് വളരെ അയ്യോ, ഞാൻ പാടാം. അതിനുശേഷം ചേട്ടൻ ഈ പാട്ട് തന്നെ 4 വരി പാടി. മധുമാസമി കുഞ്ചങ്ങൾ മലർച്ചയൊരുക്കും, അതിലെന്റെ മോഹങ്ങൾ തല ചാച്ചുമയങ്ങും, മനസ്സിന്റെ താളങ്ങൾ ചിറകടിച്ചുയരും, മനസ്സിന്റെ താളങ്ങൾ ചിറകടിച്ചുയരും, കമനീയ സ്വപ്നങ്ങൾ കവിതയായിരിയും ഹരിതവനത്തിന്റെ കുളിർച്ചായയിൽ. അമൃതം താനിൽ ഒഴുകി വരുമ്പോ ഹൃദയരോമാഞ്ചം
പകരാനണയൂ അനുരാഗമെഴുതും മലയാള കവി. ഹലോ, നന്നായിരിക്കുന്നു. പഴയ കാര്യങ്ങളൊക്കെ ഓർമ്മിപ്പിച്ചു. ഹരിതവനത്തിൻ്റെ കുളിർഛായയിൽ അമൃതമന്ദാനിലൻ ഒഴുകി വരുമ്പോൾ ഹൃദയരോമാഞ്ചം പകരാനണയു അനുരാഗമെഴുതും മലയാള കവിതേ ഹരിതവനത്തിൻ്റെ കുളിർഛായയിൽ. ചേട്ടാ വളരെ സന്തോഷം. സന്തോഷം ചെയ്യാൻ. അപ്പൊ എല്ലാ മംഗളങ്ങളും ജീവിതത്തിൽ എപ്പോഴും സംഗീതവും സമാധാനവും എല്ലാം ഉണ്ടാവട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. താങ്ക് യു. പ്രത്യേകിച്ച് എനിക്ക് വ്യക്തിപരമായിട്ട് അറിയാത്ത ഒരു സുഹൃത്ത്, ഒരു സംഗീത സുഹൃത്തിനെ ഒപ്പം പാടി ആ ഒരു സൗഹൃദത്തിലേക്ക് കടക്കുവാനും സാധിച്ചത് വലിയൊരു കാര്യമായിട്ട് ഞാൻ കരുതുന്നു. കേട്ടുകൊണ്ടിരിക്കൂ ക്ലബ് മേറ്റ്സ്.